ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്തേ. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ഫോർമൽ ആയിട്ടുള്ള മാതൃഭാഷ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ തനി തൃശ്ശൂർ ഭാഷയിൽ നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാവർക്കും തൃശ്ശൂർ ഭാഷ ഭയങ്കര ഇഷ്ടത്രേ. അപ്പൊ ഞാനൊരു തൃശ്ശൂർക്കാരിയായിട്ട് ഞാൻ തൃശ്ശൂർ ഭാഷ എന്തിനാ ഉപേക്ഷിക്കുന്നത്? അപ്പൊ ഞാൻ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാം. അപ്പൊ സംഭവം എന്താ വെച്ചാല്, നമ്മളുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, ഈ രമേശ് ചെന്നിത്തലയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ്. കാരണം നമ്മളൊക്കെ എല്ലാവരും ചോറല്ലേ കഴിക്കണമെങ്കിടി. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങൾ കാണിക്കുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പൊ കാര്യം എന്താ വെച്ചാല്, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് വിദഗ്ധൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. ടി.ജി. മോഹൻദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ഭീകരനാണ്, അറിയാലോ. ലക്ഷറി തൊയ്ബയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി.ജി. സാറാണ്. അപ്പൊ ടി.ജി. സാറിനെ പിന്നെ വീട്ടിൽ പോയിട്ട് ഏകദേശം ഞാനൊക്കെ എന്താ പറയാ, അറിയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഒരു 70-71 വയസ്സുള്ള ഒരു വയോധികനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ടി.ജി. സാറ്. അദ്ദേഹത്തിനെ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരുപാട് മനുഷ്യരുടെ അകമ്പടിയോടുകൂടി നട്ടപ്പാതിര സമയത്താണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതൊരു രാത്രി സമയത്ത് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ രാത്രി സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പൊ അങ്ങേരെ അവിടെ നിങ്ങളുടെ എണീറ്റ് ഓടിപ്പോയാലോ? ഇവരൊക്കെ വിചാരിക്കുന്നത്, ഈ ആഭ്യന്തരമന്ത്രിയുടെ കൂടെയുള്ള ശിങ്കടികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങളെ പോലെ തന്നെ പേടിത്തൂറന്മാരാണ് അപ്പുറത്തുള്ളവരാണെന്നാണ്. സംഗതി നമുക്കെല്ലാം അറിയുള്ളൂ. ടി.ജി. എന്താ സാധനം എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പാതിരയ്ക്ക് കൊണ്ടുവന്ന് അത്ര വലിയൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ അങ്ങോട്ട് ചെന്ന് അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി സാറ് പറഞ്ഞ പോലെ ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോയ ആള് തന്നെ ഇങ്ങോട്ട് തന്നെ അപ്പൊ തന്നെ തിരിച്ചു പോണേ കണ്ടു. അപ്പൊ എന്താ പറയണേ, ടി.ജി. സാറിന്റെ അറസ്റ്റ് എല്ലാവർക്കും ഭയങ്കര സംഭവമായിട്ട് എല്ലാ ടിവികളും പിന്നെ ഭയങ്കര സംഗതികളെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അവസാനം അങ്ങോട്ട് പോയ ആളുടെ അതേ ലാഘവത്തോടുകൂടി തിരിച്ചു പോകണം. അപ്പൊ വീണ്ടും ടി.ജി. സാറിന് ജാമ്യം കിട്ടി. അത് പറയുമ്പോൾ ആർക്കും വലിയ ജീവനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണാൻ രസമുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. അപ്പൊ സംഗതി അതല്ല, ഈ പറയുന്ന ഇതിനേക്കാളും വലിയ ക്രൈം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പിന്നെ പൊട്ടത്തരങ്ങളും ഇതിനേക്കാളും വലിയ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ ആൾക്കാർ മുഴുവനും നമ്മുടെ നാട്ടിൽ വിലസുമ്പോ, നട്ടില് നിവർത്തി വിലസുമ്പോ, അതായത് നമ്മുടെ പിന്നെ പ്രധാനമന്ത്രിയെ വധിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അതുപോലെ ജാൻമണി എന്ന് പറയുന്ന ഒരു പിന്നെ ഇനിയിപ്പോ അവര് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ജാൻ മണി എന്ന് പറയുന്ന ഈ രണ്ടും ചേർന്നിട്ടുള്ള ഒരു സംഗതി, അതായത് പേരിലാണ് കേട്ടോ, ഇനി എന്റെ നേരെ ആരൊന്നും പറഞ്ഞു വരല്ലേ. അപ്പോ ആ പേരിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതി, ആ പുള്ളിക്കാരി പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മയെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മാതാവിനെ അവഹേളിക്കുന്നു, പ്രധാനമന്ത്രിയെ എന്താ പറയാ അവഹേളിക്കാവുന്നതിന്റെ പരമാവധി അദ്ദേഹത്തിന്റെ പിതാവിനെ, അതായത് അദ്ദേഹത്തിന്റെ ജനനം തന്നെ റോങ് ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള അവഹേളനം വരെ നടന്നിട്ട് ജാൻമണിനെ ഒന്നും ഒരാളും ഒന്ന് കണ്ണുയർത്തി നോക്ക് പോലും ചെയ്തില്ല. അപ്പൊ കേരള പോലീസിന് ആ സമയത്ത് നട്ടലില്ലാണ്ടായോ നമുക്കറിയില്ല. അതോ ഇപ്പൊ ജാൻമണിയെ പേടിച്ചോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജാൻമണിനെ പേടിച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പൊ ആ സംഗതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ വേറൊരു ലേഡി ഇല്ലേ, സിനിമ കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ആകെ കൂടി കുളിര് കോരിയിട്ട് ഞാൻ ഇപ്പം തോക്ക് കിട്ടിയ പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരി ഉണ്ടായിരുന്നില്ലേ, ആ സുന്ദരി പെണ്ണിനെയും അവരെയും പോലീസിനെ കണ്ടില്ല. അവര് പിറ്റേ ദിവസം മാപ്പേ എന്ന് പറഞ്ഞപ്പോ അവർക്ക് മാപ്പ് കൊടുത്തു കേരള പോലീസ്. ജാൻമണി പിറ്റേ ദിവസം മാപ്പേ എന്ന് പറഞ്ഞപ്പോ ജാൻമണി ഈ പറയുന്ന പോലെ എല്ലാ കേരള പോലീസ് അവർക്ക് മാപ്പ് കൊടുത്തു. അപ്പൊ കേരള പോലീസിന്റെ കയ്യിൽ ഒരുപാട് മാപ്പ് അങ്ങനെ ഉണ്ട്. അപ്പൊ ആര് വേണമെങ്കിലും വായ തോന്നിയതൊക്കെ നമുക്ക് കേരളത്തിൽ വിളിച്ചു പറയാം. നിങ്ങൾ ആരെ വേണമെങ്കിൽ തെറി വിളിച്ചോ. കേരളത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രി സതീശനെയോ ആഭ്യന്തരമന്ത്രി പിന്നെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റുള്ള ഭരിക്കുന്ന മന്ത്രിമാരെയോ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും തെറി വിളിക്കാം. അവസാനം നിങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് മാപ്പേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തെറ്റൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ റബ്ബർ കൊണ്ട് മാച്ച് കളയുന്ന പോലെ മാച്ച് കളയും കേരള പോലീസ്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തുട്ടാ. അവസാനം പിന്നെ വല്ലതും പോയി പെട്ടിട്ട് എന്നെ കുറ്റം പറയരുത്. അപ്പൊ ഇവിടെ സംഗതി എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് എന്തും ആരെയും എങ്ങനെയും പറയാം. അവരൊന്നും പ്രധാനമന്ത്രി അടക്കം വധിക്കും, കൊല്ലും, അദ്ദേഹത്തിന് അച്ഛനില്ല, അമ്മ പിന്നെ പിഴച്ചതാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ യാതൊരു വക കേസും ഇല്ല. ആഭ്യന്തരമന്ത്രി ചെന്നിത്തല
ഞാനേ പന്നത്തല എന്നാണ് നാക്കിൽ വരുന്നത്. ഓരോരുത്തർക്ക് ചേരുന്ന കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയ്ക്ക് യാതൊന്നും കണ്ണു കാണില്ല. അയാൾക്ക് ആകെ കൂട്ടിയിട്ട് ഒറ്റ കാര്യം കണ്ണു കാണുള്ളൂ, ടി.ജി. മോഹൻദാസ് എന്ന കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ പണി പാളി മോനെ. 8ന്റെ പണി കിട്ടി. അങ്ങേര് ഇതാ പോയി ദേ വന്നു, അങ്ങേരുടെ കാര്യം കഴിഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാല്, പെൺകുട്ടികള് റേപ്പ് ഇഷ്ടപ്പെടുന്നു എന്നോ അങ്ങനെ എങ്ങാണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ബലാത്സംഗം പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ അതിന്റെ ഫോട്ടോ ഒന്നും ശരിയാക്കി വെച്ചിട്ടില്ല കേട്ടാ. അവിടെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളാണെന്നുള്ള പേരില് വന്നുകൂടിയിട്ടുള്ള കുറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ കുറെ പെൺകുട്ടികൾ മുഴുവനും അവിടെ നമ്മൾക്ക് എല്ലാവരും കണ്ട കാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഫക്ക് മീ, അതായത് FUCKME, ഫക്ക് മീ എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ മുഴുവനും ഏന്തിക്കൊണ്ടാണ് ഈ ജന്തർ മന്ദറിലെ പെൺകുട്ടികൾ മുഴുവനും അവിടെ അണിനിരന്നിരുന്നത്. ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തുട്ടടി നിങ്ങളൊന്ന് പറയും. ഈ പറയുന്ന FUCK എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷില് മലയാളത്തിൽ അടിച്ചു നോക്കിയാൽ എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലെ പ്ലക്കാർഡുകളിൽ ഏന്തിയിട്ട് അവിടെ നിന്നിരുന്ന പെൺകുട്ടികള് സത്യത്തില് എന്താണ് ആഗ്രഹിച്ചിരുന്നത്? നിങ്ങളൊന്ന് പറയും. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, കാരണം ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോ ഈ പറയുന്ന സംഗതികൾ പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ, വിദ്യാർത്ഥികള് ഇങ്ങനെ ഒരു സംഭവം ഒരു ബോർഡിൽ എഴുതിയിട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആണുങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ലാണാവോട്ടെ. കാരണം അതിൽ ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ മാത്രമുള്ള ആണുങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിലെ ആണുങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടായ എനിക്കറിയാൻ പാടില്ല. അതിനി ഇവിറ്റനൊന്നും ആർക്കും വേണ്ടാഞ്ഞിട്ടാണോ അതും അറിയില്ല. കാരണം ഈ തൊടാനിറക്കുന്ന ടൈപ്പാണല്ലോ. ഒരു കുടുംബത്ത് ജനിച്ച് കുടുംബത്ത് വളർന്ന് ഒരു പിന്നെ സാഹചര്യത്തിലൊന്നും നടക്കുന്നത് ആയിരിക്കില്ല. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാ പെണ്ണുങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? അപ്പൊ നോക്കുമ്പോ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടികൾ മുഴുവനും ഈ ഫക്ക് മീ എന്ന് പറയുന്ന ബോർഡും വെച്ചിട്ട് ഇവര് പൊക്കി പിടിച്ച് നിൽക്കുമ്പോ അവൻ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എനിക്ക്. അത് പോട്ടെ, ആ സംഗതിയൊക്കെ കഴിഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ടി.ജി. സാർ എന്ത് പറഞ്ഞത്? ഈ പെൺകുട്ടികള് റേപ്പ് ഇഷ്ടപ്പെടുന്നതാണെന്ന് തോന്നുന്നുണ്ടെന്നോ. കാരണം എന്താ വെച്ചാൽ ഇതല്ലേ അവരുടെ ആവശ്യം. അവരവരുടെ ആവശ്യം പറഞ്ഞ് പൊക്കി പിടിച്ച് ഈ പ്ലക്കാർഡിൽ എഴുതിയേക്കേണ്ട അവരുടെ ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും വന്നിട്ട് ഒന്ന് പ്ലീസ് എന്ന് പറയുന്ന രീതിയിൽ പ്ലക്കാർഡ് പൊക്കി പിടിച്ചാൽ എന്താ പിന്നെ ഇതിന് പറയാ? അതിപ്പോ ഞാനായാലും പറയും, നിങ്ങളായാലും പറയില്ലേ? അതല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത്, അദ്ദേഹത്തിന് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു, ജയിലടയ്ക്കാൻ നോക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയ്ക്ക് ഈ പെൺകുട്ടികളുടെ പ്ലക്കാർഡ് അതല്ലേ വേണ്ടിയിരുന്നത്? അപ്പൊ ആ ആളെ വിട്ടുകൊടുക്കാണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാണ്ട് അവിടെ നിന്ന് ജന്തർ മന്ദറിൽ സമരം ചെയ്ത പെൺകുട്ടികളുടെ അത്യാവശ്യം എന്തായിരുന്നു? അവർ ആ ആവശ്യം പ്ലക്കാർഡിൽ എഴുതി പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ആവശ്യം നടത്തി കൊടുക്കാൻ കേരളത്തിൽ നിന്ന് വല്ല ആമ്പിള്ളേരെങ്കിലും അങ്ങോട്ട് കയറ്റി പറഞ്ഞയക്കേണ്ടതല്ലായിരുന്നേ രമേശ് ചെന്നിത്തല? അതും നിങ്ങളൊന്ന് കണ്ടാൽ ജന്തർ മന്ദറിൽ വേണ്ടിയിട്ട് എല്ലാവരും കരയുന്നുണ്ടല്ലോ. ജന്തർ മന്ദറിലെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിജീവികളോടും എല്ലാ സാംസ്കാരിക നായകളോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ നിൽക്കുന്ന പല പെൺകുട്ടികളും ഉയർത്തി കാണിച്ച പ്ലക്കാർഡിലെ ആവശ്യം നിങ്ങൾ പരിഹരിച്ചു കൊടുക്കാന്നുള്ളൊരു മര്യാദയില്ലേ കേരള സർക്കാർ നിങ്ങൾക്ക്? ഈ പാവം ടി.ജി. മോഹൻദാസിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ആ പെൺകുട്ടികളുടെ കരച്ചിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതെ പോയത്? അത് കഷ്ടല്ലേ? ആ പെൺകുട്ടികളുടെ ആവശ്യം നീറ്റ് പരീക്ഷയോ പരീക്ഷയുടെ ക്രമക്കേടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ മറ്റേ പരീക്ഷാ കൺട്രോൾ രാജിവെക്കണം അതൊന്നും ആയിരുന്നില്ല. അവിടെ വന്ന് കൂടിയിരുന്ന കുറച്ച് പെൺകുട്ടികൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതിയായിരുന്നു. ആ സംഗതി നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ പാവം പെൺകുട്ടികളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഇതൊക്കെ ഒരു മര്യാദകേടല്ലേ? അപ്പൊ അതൊന്നാമത്തെ കാര്യം. അത് കണ്ടുകൊണ്ടാണ് പാവം നമ്മുടെ ടി.ജി. എന്ത് പറഞ്ഞത്? ആ പെൺകുട്ടികൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യം, നിങ്ങൾ അതൊക്കെ ഒന്ന് നടത്തി കൊടുക്കുന്ന രീതിയിലാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഈ വയസ്സായ കാലത്ത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ ജീവിതങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഗൃഹഭരണം സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് കുറെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തില് ആ പെൺകുട്ടികളുടെ ഗതികേട് കണ്ട് ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കാന്നൊക്കെ പറഞ്ഞ പരിപാടികൾ കണ്ടപ്പോ അദ്ദേഹം ഒരു മഹാമനസ്കത, മനസാക്ഷി കാണിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെന്ന് സഹായിക്കേ ആ പെൺകുട്ടികളെ, ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്ന് ഒന്നിലും കേരളത്തിലെ മലയാളികളോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പീപ്പിൾസോ ആരെങ്കിലും വന്നിട്ട് ഒന്ന് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പെൺകുട്ടികളെ ചിത്രം കണ്ടപ്പോഴാണ് ടി.ജി. സാർ അത് പറഞ്ഞു പോയത്. ഒരു സഹായം പോലെ അദ്ദേഹം പറഞ്ഞു പോയതാണ്.
അതൊന്നും ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞിട്ടുള്ള ഈ പ്ലക്കാർഡും പൊക്കി പിടിച്ച പെൺകുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞ ടി ജിക്കാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തപ്പോ ഇത് കണ്ടവൻ നിൽക്കട്ടെ കേട്ടോ പറയട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ? അതെന്ത് മര്യാദയാണത്? അത് പോട്ടെ. ഇനി ഇതിന് എടുത്തിരിക്കുന്ന വകുപ്പ് എന്താണെന്നറിയോ? എന്റെ പൊന്നു, നമ്മുടെ ന്യായ സംഹിതയില്, ഭാരതീയ ന്യായ സംഹിതയില് BNS 353 സെക്ഷനൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതായത് പിന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കല്. അത് മാത്രല്ല, പിന്നെ ഒരു 192 BNS കലാപാഹ്വാനം. എന്ത് ഈ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയണെങ്കിൽ എന്ത് കലാപാഹ്വാനം എന്തെന്നാ? പെൺകുട്ടികൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അവരവരുടെ ആവശ്യം പൊക്കി പിടിച്ച് നിൽക്കുമ്പോ അത് ഈ ചെന്നിത്തല കാണില്ലേ? എനിക്കറിയാൻ പാടില്ല. ഇനി ഇതൊക്കെ പൊക്കോട്ടെ, ഇനി അതൊക്കെ ഞാൻ മാച്ചു കളഞ്ഞു. ഓക്കെ, ആ പെൺകുട്ടികളെ ആവശ്യം പറഞ്ഞു, ടി ജി അവരുടെ ആവശ്യം പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിച്ചു, ആരെങ്കിലും ചെന്നിട്ടൊന്ന് സഹായിക്കുന്നു പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. ഈ സംഗതിയുടെ നാം കുറച്ചു കാലം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാരിഷ് എന്ന് പറയുന്ന വലിയൊരു നോവലിസ്റ്റ്, എത്രങ്ങാണ്ട് പോന്ന യമണ്ടക്കൻ നോവലിസ്റ്റ് ഉണ്ട്. ഈ യമണ്ടക്കൻ നോവലിസ്റ്റ് ഒരു നോവൽ എഴുതി. എന്താ നോവലിന്റെ പേരെന്നറിയോ? മീശ. മീശ നോവൽ എഴുതിയിട്ട് മീശ നോവലിൽ എന്താണ് ഹാരിഷ് പറഞ്ഞിട്ടുള്ളത്? ഹാരിഷിന്റെ മീശ നോവലില്, ആ നോവൽ വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണെന്ന് വെച്ചാല് ഇതൊന്നും എന്താ പറയാ, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും അനാവശ്യ വാക്കുകളൊന്നും ഉപയോഗിക്കണില്ല കേട്ടാ. പക്ഷെ ഈ പറയുന്ന മീശ നോവൽ വായിച്ചാൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് കേട്ട പോലെ അതൊക്കെ തോറ്റു പോകും. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടൊക്കെ തോറ്റു പോകുന്ന രീതിയിലുള്ള ഈ ഹാരിഷിന്റെ മീശ എന്ന് പറയുന്ന നോവല് മാതൃഭൂമി പബ്ലിക്കേഷൻസ് അത് പുറത്തിറക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചപ്പോ നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല എന്ന് പറയുന്ന പന്നത്തല ഈ ഹാരിഷിന്റെ നോവൽ അയാളുടെ മകന്റെ സഹായത്തോട് കൂടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ജനങ്ങൾ എല്ലാവരുടെ മുന്നിലേക്കും എത്തിക്കുന്ന വെല്ലുവിളിച്ച നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പനാണ് ആര്? ഈ പന്നത്തല. ഈ പന്നത്തല അയാളൊരു ഹിന്ദുവാണ്. ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പന്നത്തല ഒരു ഒന്നാന്തരം ഒരു ഹിന്ദുവാണ് അയാൾ, ആണല്ലോ. ഈ ഹരീഷ് അവന്റെ നോവലിൽ എഴുതിയത് എന്താണ്? കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾ മുഴുവനും കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് അവരുടെ പീരീഡ് ടൈം ഒക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ബന്ധപ്പെടാനായിട്ട് തയ്യാറാണ് എന്ന് തിരുമേനിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണേന്നുള്ള അർത്ഥത്തിലുള്ള രീതിയിലാണ് അവന്റെ നോവലില് ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. ഒരു ഭാഗം മാത്രം പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഹരീഷ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? കേരളത്തിലെ സ്ത്രീകൾ ഹൈന്ദവ സ്ത്രീകള്, അതാണ്, എല്ലാവരും ഒരുമിച്ചല്ല. കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകള് കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് അവരുടെ മാസമുറ കഴിഞ്ഞ് അവര് ശരീരം ശുദ്ധിയായി, ഇനി തിരുമേനി നമുക്ക് തുടങ്ങാൻ പരിപാടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അമുറ്റ് വീരൻ, ഈ വെടിക്കെട്ട് വീരൻ എന്ന് പറയുന്ന ഹാരിഷ്. കാരണം അത് പ്രശ്നം പറയാതിരിക്കാൻ പറ്റില്ല. നടക്കുന്ന അവന്റെ അമ്മ, അവന്റെ അമ്മയുടെ അമ്മ, അവന്റെ ഭാര്യ, അവന്റെ പെങ്ങള്, അവന്റെ മകൾ ഉണ്ടെങ്കിൽ മകള്, ഈ പറയുന്നവര് മുഴുവനും ചെയ്യുന്ന പരിപാടി അവൻ അത് കണ്ടുകൊണ്ട് വളർന്നവനാണ്. ഈ പറയുന്ന ഹാരിഷ് എന്ന് പറയുന്നവൻ അവന്റെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് പിഴച്ച് എന്താ പറയാ, പൊതുവഴിയിൽ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ആ രീതിയിലായിരിക്കും അവനൊക്കെ അവന് വളർത്തി വെച്ചിട്ടുണ്ടാവുക. ആ കാശ് കൊണ്ടായിരിക്കും അവനൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ അവൻ ആ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. കാരണം എന്ത് കാര്യമാണോ നമ്മൾ കണ്ടും കേട്ടും ശീലിക്കുന്നത് ആ കാര്യം നമുക്ക് പിന്നെ ഒരു ഉളുപ്പില്ലാണ്ടാവും. ആ ഉളുപ്പങ്ങ് മാറും. അപ്പൊ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയും സാധാരണ കാരണന്മാര്. അപ്പൊ ആകെ നനഞ്ഞു നിൽക്കുന്ന, അതായത് അമ്മയും പെങ്ങളും കുടുംബക്കാരും മൊത്തം തറവാടടക്കം പിഴച്ചു നിൽക്കുന്ന ഈ അവന്റെ കുടുംബത്ത് ആ സ്ത്രീകളെ കണ്ടുകൊണ്ടാണ്, അവന്റെ അമ്മയെ കണ്ടുകൊണ്ട്, പെങ്ങളെ കണ്ടുകൊണ്ട്, പിന്നെ അവന്റെ ഭാര്യയെ കൊണ്ടും കണ്ടു, പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കള്, ഇതൊക്കെ ഈ ജാതി പരിപാടികള് കാണിച്ച് സകലമാനം വിട്ട് തണ്ടും വെട്ടി നടന്ന് ഇങ്ങനെ വഴി പിഴച്ച് നടന്നതുകൊണ്ടായിരിക്കും അവൻ ഈ പറയുന്ന ഹൈന്ദവ സ്ത്രീകളെ മുഴുവനും ഈ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടാവുക, ആണല്ലോ. അപ്പൊ ആ ഹൈന്ദവ സ്ത്രീകളെ കണ്ട് ആക്ഷേപിച്ച ആ ഹാരിഷിന് അവന്റെ കുടുംബത്തെ സംസ്കാരം അവൻ എന്തായാലും പറയും. അതിന് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അങ്ങനെ കേരളത്തിലെ എല്ലാ ഹൈന്ദവ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഈ ഹാരിഷ് നോവൽ എഴുതിയിട്ട് മാതൃഭൂമി പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധീകരിക്കാൻ വരെ പേടിച്ചപ്പോ ഈ പറയുന്ന പന്നത്തല വീരൻ പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ മകന്റെ സഹായത്തോടു കൂടിയെങ്കിലും ഞാൻ ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്ന പറഞ്ഞത്. അപ്പൊ പന്നത്തലെ ഈ സംഭവം ഓർമ്മ വന്നില്ലേ? അപ്പൊ അന്ന് പറഞ്ഞ സംഗതി ഒരു കേരളത്തിലെ ഒരു സ്ത്രീ രണ്ട് സ്ത്രീയല്ല. ഈ പറയുന്ന ടി ജി സാർ എന്താ പറഞ്ഞത്? അവിടെ
ജന്തർ മന്ദറിൽ പങ്കെടുത്തിട്ട് സ്വന്തമായിട്ട് ആവശ്യം പറഞ്ഞ് പ്ലക്കാർഡ് പൊക്കി പിടിച്ച പെൺകുട്ടികൾക്ക് അവരുടെ ആവശ്യം നടത്തി കൊടുക്കും, അവരതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചാൽ ഞാൻ പറയില്ലേ? കൈയുള്ളവൻ കാണിച്ചാൽ കണ്ണുള്ളവൻ പറയില്ലേ? അതാണ് അവിടെ നടന്നത്. അപ്പോ ഈ പറയുന്ന പന്നത്തല കാണിച്ച പരിപാടി എന്താണ്? അയാൾക്ക് ഈ കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകളോടൊന്നും യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലേ? ഈ കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകളുടെ വോട്ട് മേടിച്ചിട്ടാണല്ലോ ഇപ്പൊ ജയിച്ചിട്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയോടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകളോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലേ? നിങ്ങൾക്ക് സ്ത്രീ വോട്ടർമാരില്ലേ? അതും അവരുടെ ആത്മാഭിമാനത്തിൽ നിങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലേ? കേരളത്തിലെ ഈ ഹൈന്ദവ സ്ത്രീകൾ മുഴുവനും വഴിപിഴച്ചവരാണ് എന്ന് പറയാൻ, ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നും ഹാരീഷിന് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുള്ള തനിക്ക് ഈ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് യോഗ്യതയുള്ളത്? ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ ഞാനടക്കം ഈ ഹൈന്ദവ സ്ത്രീകളെ താൻ വെല്ലുവിളിച്ചപ്പോ ഈ പറയുന്ന സംഗതികൾക്കൊക്കെ താൻ ഇങ്ങനെ ചെയ്തപ്പോ തനിക്ക് എന്ത് യോഗ്യതയുള്ളത് ഈ വക സംഗതികൾക്ക്? അല്ലേ? അപ്പോ അത് മാത്രല്ല, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ അതിനോടുകൂടി ഉസ്താദോ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരവരുടെ സ്ത്രീകൾ അവരുടെ കൃഷിയിടമാണെന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ സ്ത്രീകളെ ഉപയോഗിക്കുന്നു, അതൊക്കെ അവരുടെ മാത്രം കാര്യങ്ങളാണ്. അവര് പോലും അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ ഇതേപോലെ മൊത്തം വഴിപിഴച്ചവരാണെന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ ഇതുപോലെ പിഴച്ചവരാണെന്നോ അവരെ ഒന്നിനും കൊള്ളാത്തവരാണെന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് നോവൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന്റെ വീടൊക്കെ നിന്ന് കത്തും. അവന്റെ വീട് കത്തുന്നല്ല, പിന്നെ അവന് ജീവനേ ഉണ്ടാവില്ല. ഈ പറയുന്ന ഹാരീഷിന്റെ കഴുത്തിന് മേലെ ഇപ്പോഴും തലയിരുന്നിട്ട് അവൻ ശ്വാസം വലിച്ചുകൊണ്ട് ഇപ്പൊ ജീവിക്കുന്നത് അതൊരു ഹൈന്ദവരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അവൻ ഇന്നും അവന്റെ വീട്ടില് അവന്റെ മക്കൾ ഉണ്ടെങ്കിൽ അതിന് അവൻ തന്നെയാണോ അച്ഛൻ എന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ അവൻ അവിടെ ജീവിക്കുന്നത്. സത്യമല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോ എന്തുമാവാം. ഇവിടുത്തെ ഹൈന്ദവ സ്ത്രീകളെ എങ്ങനെ ആക്ഷേപിച്ചാലും കുഴപ്പമില്ല, എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ ശ്രീമതി ടീച്ചറും പറഞ്ഞല്ലോ. ശ്രീമതി ടീച്ചർ പറഞ്ഞു രാവിലെ കുളിച്ച് സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഈ തിരുമേനിയുടെ കൂടെ കിടന്ന് പഴയ്ക്കാനാണെന്ന്. ആലോചിച്ച് നോക്കി നോക്കൂ. ഈ രണ്ട് കൂട്ടക്കാരും നമുക്ക് തരുന്ന സപ്പോർട്ടുകൾ എന്താണ്, നമുക്ക് തരുന്ന പേരുകൾ എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള അവാർഡുകളാണ് ഇവരൊക്കെ തരുന്നതെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ഇനി അവർ പറയാൻ ബാക്കി? സരസ്വതി ദേവിയെ നഗ്നയായിട്ട് വരച്ചിട്ട് ആക്ഷേപിച്ചിട്ട് ഇവിടെ ആരും ആർക്കെതിരെ യാതൊരു കേസ് കൊടുത്തില്ല എന്ന് വേണ്ട. ഇവരൊക്കെ ചെയ്തു വെക്കുന്ന സർവമാന തോന്നിവാസങ്ങൾ മുഴുവനും ഹൈന്ദവ ജനതയ്ക്ക് എതിരാണ്, ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുക, ഹൈന്ദവ സ്ത്രീകളെ അവഹേളിക്കുക, യാതൊരു വിഷയങ്ങളുമല്ല. ഇതൊക്കെ പോരാതെ കണ്ട് നമ്മുടെ അവിടുത്തെ ഒരു കൂട്ടർ ആൾക്കാർ പബ്ലിക്കായിട്ട് റോട്ടിൽ കൂടെ എന്താ പറയാ സമരം ചെയ്തു പോകുന്ന ആൾക്കാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്താണെന്നറിയോ? എന്താ പറയാ, അവിലും മലരും വാങ്ങി വെച്ചോടാ, കുന്തിരിക്കം കൂടി വാങ്ങി വെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. നമ്മുടെ നാട്ടിൽ പബ്ലിക്കായിട്ട് മുദ്രാവാക്യം വിളിച്ചു പോയതാണ് SDPI-ക്കാര്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യും, ഹിന്ദുക്കളെ മൊത്തം ഞങ്ങള് ഉന്മൂലനം ചെയ്യും. എന്താണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ? യാതൊരു തരത്തിലുള്ള തെറ്റുമില്ലാത്തതാണ്, ഇന്നും പബ്ലിക്കിന്റെ മുന്നിൽ വീഡിയോ സഹിതമുള്ളതാണ്. ഈ നാട്ടിലെ ഹൈന്ദവ ജനതകളെ മൊത്തം ഞങ്ങൾ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ കാത്തിരുന്നോ? അടുത്തത് ക്രിസ്ത്യാനികളും കാത്തിരുന്നോ? ഞങ്ങൾ കുന്തിരിക്കോ വാങ്ങി വെക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, അതുപോലെ ഞങ്ങളുടെ കയ്യില് ഹൈന്ദവ ജനതയെ അവസാനിപ്പിച്ചു കളയാനുള്ള അസ്ത്രങ്ങൾ മുഴുവനും ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്. ഇനി അത് ഹിന്ദു സമൂഹത്തിന് നേരെ ഞങ്ങളങ്ങ് തൊടുത്തു വിട്ടാൽ മതി എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയാ MESന്റെ ചെയർമാൻ ഫസൽ ഗഫൂർ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഇവിടുത്തെ ഹിന്ദു ജനത മൊത്തം അവസാനിപ്പിക്കാനുള്ള അസ്ത്രം ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്, നിങ്ങൾ കരുതിയിരുന്നോ എന്ന് പറഞ്ഞ ഫസൽ ഗഫൂർ. ഇത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ നേരെ കണ്ണുയർത്തി ഒന്ന് നോക്ക് പോലും ചെയ്യില്ല ഈ പന്നത്തല. അല്ലെങ്കിൽ പന്നത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ഈ കോൺഗ്രസ്സുകാര് സതീശന്റെ ഒക്കെ കാലും മുട്ടിടിക്കും അതിനൊക്കെ നേരെ തിരിയാൻ പോയാ.
വെറുതെ അല്ല കുഞ്ഞാലിക്കുട്ടി സർക്കാർ, അല്ല കുഞ്ഞാലിക്കുട്ടി പിന്നെ ഗ്രൂപ്പ് അടക്കം ഈ മുസ്ലിം ലീഗ് താങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എപ്പ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. എന്ത് ഈ പറയുന്ന ന്യൂനപക്ഷക്കാരോ, ഈ പറയുന്ന തീവ്രവാദികളോ, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയോ, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗോ, ഇതൊക്കെ മുസ്ലിം ലീഗാണ് പാർട്ടി ഇപ്പൊ, അതായത് അവനവന്റെ ജാതിപ്പേര് തന്നെ പാർട്ടിയിൽ കൊണ്ടു നടക്കുന്ന ഇവരുടെ ഈ പാർട്ടി, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഗതി, ആ ജാതി തന്നെ കൊണ്ടു നടക്കുന്ന ആ മുസ്ലിം ലീഗ്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI, പിന്നെ എന്താണ് PFIO, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോ എല്ലാം ഒന്നാണ്. എല്ലാത്തിനും വേറെ വേറെ പിക്ചറുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവങ്ങൾ ഇവര് തീരുമാനിക്കും. ആര്? ചെന്നിത്തല എവിടെ ഇരിക്കണം, സതീശൻ എവിടെ ഇരിക്കണം, രമേശൻ എവിടെ ഇരിക്കണം എന്നൊക്കെ ആര് തീരുമാനിക്കും? ഈ പറയുന്ന ടീംസ് തീരുമാനിക്കും. ഇവര് തീരുമാനിച്ചിട്ടാണല്ലോ കുറെ കാലങ്ങൾ അടിപിടി കൂടി കഴിഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു തീരുമാനമായത്. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയായി നമുക്കറിയാലോ. അപ്പൊ എവിടെയാണ് കാര്യം കിടക്കുന്നത്? മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിലാണ്. മുസ്ലിം ലീഗ് എണീറ്റ് നിന്നിട്ട് തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കാനല്ലേ പന്നത്തല്ലേ സതീശ നിങ്ങൾക്കൊക്കെ പറ്റുള്ളൂ അല്ലേ? ഇത് ആർക്കാ ഇവിടെ അറിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? അപ്പൊ അതങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് മുഴുവനൊന്നും എടുത്ത് പറയാനായിട്ട് ഇപ്പൊ അവിടെ പിന്നെ സമയമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ മുഴുവനും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട്, അതിനെ മുഴുവനും ഒതുക്കി ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് കാണിക്കാനായിട്ട്, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു ഓടിപ്പോയിട്ട്, അർജുൻ ആയങ്കി വെല്ലുവിളിച്ചു, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു, ഞാൻ വലിയ ആളായി, എന്റെ പൊന്നോ, ടി ജി സാറിനെ അറസ്റ്റ് ചെയ്തു, അതിനേക്കാളും വലിയ ആളായി. ഈ ടി ജി സാറിന് പകരം ഇവിടെ ഈ പറയുന്ന ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യോ രമേശ് ചെന്നിത്തല? അദ്ദേഹമേ, നിങ്ങൾ ഇവിടുത്തെ ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യുവോ? നിങ്ങൾ ഇവിടുത്തെ പിന്നെ വേറെ എനിക്ക് പേരുകളൊന്നും വരുന്നില്ല, കാരണം ഇവിടുത്തെ ഹിന്ദു ജനതയെ മൊത്തം കൊന്നൊടുക്കണം എന്ന് പറയുന്ന ആര് പറഞ്ഞാലും അതിനെതിരെ യാതൊരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത ഒരു വിഭാഗത്തിനോട് മാത്രം ഇങ്ങനെ വേറുകൂറ് കാണിക്കുന്ന എന്റെ പൊന്നു ചെന്നിത്തലേ, ഇതൊക്കെ ഏതുവരെ പോവും? ഏതുവരെ ഈ ഇരട്ടത്താപ്പ് പോവും? എന്തും മര്യാദ കേടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വന്ന് പറഞ്ഞു വന്നപ്പോ എന്റെ തൃശ്ശൂർ ഭാഷ ഞാൻ മറന്നുപോയിട്ടാ. എന്തൊട്ട് മര്യാദ കേടായി കാണിക്കണത്? ഒരു മര്യാദ വേണ്ടേ മനുഷ്യന്? എന്ത് കാര്യങ്ങളായാലും ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെയൊക്കെ പെരുമാറുക? എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ടതല്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി? അപ്പൊ എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കാണണ്ടേ? ഇത് ചില ആൾക്കാർ 2ാം കൂടി, ചില ആൾക്കാർ 1ാം കൂടി. അതെന്ത് ഏർപ്പാടാണത്? നിങ്ങൾ ന്യായം ഭരിക്കണമെങ്കിൽ നിങ്ങൾ മാന്യമര്യാദയായിട്ട് ഭരിക്കേ. അല്ലാണ്ട് കുറച്ചാൾക്കാരെ സന്തോഷിപ്പിച്ച് കുറച്ചാൾക്കാരെ നിങ്ങൾ ഇങ്ങനെ കാണിച്ച് ഇകഴ്ത്തി കെട്ടി ചില ആൾക്കാരുടെ മെക്കെട്ട് കയറി അവർക്ക് കടിച്ചാൽ പൊട്ടാത്തൊക്കെ വകുപ്പ് കിട്ടുകൊടുത്ത് അവരെ ഇപ്പൊ കൊണ്ടുപോയിട്ട് ജയിലടച്ച് അവസാനിപ്പിക്കാന്നൊക്കെ വിചാരിച്ചാൽ ഇത് എന്താ ഗതി? ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നല്ലോ. ഈ ഇന്ത്യ മഹാരാജ് എന്ന് പറയണത് ഈ കേരളത്തിന്റെ ഇത്ര പോകുന്ന ഒരു കൈപ്പക്കയുടെ ഉള്ളിലല്ല ഇരിക്കണത് ചെന്നിത്തലേ. നമ്മുടെ ഭാരതം ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ്. ഒരുപാട് ഭാഷകളും ഒരുപാട് ദേശങ്ങളും ഒരുപാട് രീതികളും ഒരുപാട് കൾച്ചറുകളും എല്ലാം കൂടിയിട്ട് എത്ര വൈവിധ്യമാർന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം എന്ന് വിചാരിച്ചിട്ടാ. ആ ഭാരതത്തിന്റെ ഒരു മൂലയ്ക്ക് ഒരു പടവലങ്ങ പോലുള്ള ഒരു സ്ഥലത്തിന്റെ മുക്കിലിരുന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ വിചാരം എന്താണെന്നറിയോ? ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാണ്ടിലോറിക്ക് മുമ്പിൽ തവളിരിക്കില്ലേ, അതേപോലത്തെ ഇരിപ്പിരിക്കണം. അതാണ് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പൊന്നു ചെന്നിത്തലേ, ഈ നാട്ടിലുള്ള സർവത്ര മനുഷ്യരും നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുള്ള കാലാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുരയ്ക്കുന്ന കുറച്ച് ചാനലുകളുണ്ട്. എന്ത്? ഞങ്ങളാണ് ഈ ലോകത്തിലത്തെ കാര്യങ്ങൾ തീരുമാനിക്കണം, ഞങ്ങളാണ് ഇവിടുത്തെ ജഡ്ജിമാര്, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പിന്നെ മാധ്യമ ചാനലുകളുണ്ട്. അതിനൊക്കെ ആരെ വില വെക്കണത്? അതൊക്കെ നമ്മുടെ TV-യിൽ ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിന്റെ തുമ്പത്ത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് അടിച്ചു കളയാൻ പറ്റുന്നതാണ് ഈ വേശ്യാനെറ്റ് ആയാലും ഈ മഞ്ഞരമ ആണെങ്കിലും ഈ മലരഭൂമി ആണെങ്കിലും ഒക്കെ ഈ ചാനലുകൾ എന്ന് പറയുന്ന ഈ സംഗതികൾ ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോളും. അത്രയേ ഉള്ളൂ. പക്ഷെ ഭരണം ഭരിക്കുമ്പോൾ ഈ ജാതി ഏർപ്പാട് അത് ശരിയല്ല, തീരെ ശരിയല്ല. ഈ പരിപാടി ഈ എന്തെന്ന് പറയാ, ഈ വണ്ണം കുറഞ്ഞ അമ്പറാൾക്ക് ഈ നീളം കുറഞ്ഞ മാറ്റുമതി എന്നുള്ള പരിപാടി ഉണ്ടല്ലോ സർക്കാരിന്റെ, ഈ രമേശ് ചെന്നിത്തലയുടെ ഈ പരിപാടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. വണ്ണം കുറഞ്ഞ അമ്പറാൾക്ക് നീളം കുറഞ്ഞ മാറ്റുമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ വല്ലതും പിടികിട്ടിയാ?
അതായത് അമ്പ്രാള് വണ്ണം കുറഞ്ഞിരുന്നു, അമ്പ്രാള് ഓക്കെ, ഒരു സ്ത്രീ വണ്ണം കുറഞ്ഞിരുന്നോണ്ട് അവർക്ക് പിന്നെ വാങ്ങിക്കുന്ന മുണ്ടിന്റെ നീളം കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ആരാണെങ്കിലും ശരി, നമുക്ക് മേടിക്കുന്ന മുണ്ടിന്റെ വലിപ്പമൊക്കെ 2.5 മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ തന്നെ മേടിക്കുക ആണല്ലോ. ഈ നയാണ് സർക്കാരിന്റെ സ്വഭാവം. എന്ത്, ഈ വണ്ണം കുറഞ്ഞ അമ്പ്രാൾക്ക് നീളം കുറഞ്ഞ മാറ്റം മതി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഈ പരിപാടി ശരിയാവില്ല. ഈ പരിപാടിയിൽ നമുക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ചെന്നിത്തല, ഈ പറയുന്ന സംഗതികളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും വഷളനായിട്ട് ഒരു ജാതി പിന്നെ എല്ലാവരുടെ മുമ്പിലും ഒരു കോമഡി കഥാപാത്രമായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ പോലീസിന്റെ ആഭ്യന്തരം ഭരിക്കേണ്ടി വരില്ല, നിങ്ങൾ വേറെ വല്ല പണിക്കും പോകേണ്ടി വരും, അതൊക്കെ രാജിവെച്ചിട്ട്. കാരണം നിങ്ങൾ തന്നെ ശരിയല്ല. നിങ്ങൾ തന്നെ ഈ നാട്ടിലത്തെ ഹൈന്ദവ ജനതകളെ മൊത്തം ആക്ഷേപിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണ്ടേ? ഞാൻ നോക്കട്ടെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കുന്നേ, നമ്മളൊക്കെ വിചാരിച്ചാലും ഇവിടെ ചിലതൊക്കെ നടക്കും. നിങ്ങളുടെ പേരിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ TG സാറിന്റെ പേരിൽ ഇതുപോലുള്ള ഈ എന്താ പറയാ സംഗതികൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണ്ടേ? ലോകത്ത് ഹൈന്ദവ സ്ത്രീകളെ മൊത്തം അടച്ചാക്ഷേപിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്കും കൊടുക്കണ്ടേ നമുക്കൊരു പണി? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ആലോചിക്കാം. അപ്പൊ അതുവരെ എല്ലാവർക്കും നമസ്തേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.